അലോട്ട്മെന്റ് കിട്ടിയവരും കിട്ടാത്തവരും സെക്കൻഡ് ഫേസിന് മുന്നേ എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് മാത്രമേ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ കോളേജിലേക്ക് പോകാവൂ. അപ്പൊ ഈ ഒരു ഫീസ് നിങ്ങൾ സിയുടെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് ഇനി 2 ചോയ്സ് ആണ്, നിങ്ങളുടെ മുന്നിൽ 2 വഴിയുണ്ട്. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ എഡിറ്റിംഗ് പോസിബിൾ ആണോ, എഡിറ്റിംഗ് സാധ്യമാണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചില്ല, നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കൊടുത്തില്ല, സെക്കൻഡിൽ പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റുമോ? Hi everyone, this is ANJ from Markenex. So Kerala MBBSന്റെയും BDSന്റെയും ഫസ്റ്റ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ് അല്ലേ. താൽക്കാലിക അലോട്ട്മെന്റ് ആണ്. ഇന്ന് 6-ാം തീയതി കൃത്യം 3 മണി വരെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിയുടെ വെബ്സൈറ്റിലൂടെ അത് അറിയിക്കാവുന്നതാണ്. അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി നിങ്ങളുടെ 1-ാം ഘട്ട അലോട്ട്മെന്റ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. കിട്ടിയ ആൾക്കാരോടും കിട്ടാത്ത ആൾക്കാരോടും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് അവസരങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. ആ അവസരങ്ങൾ ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ സെക്കൻഡ് ഫേസിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആൻഡ് എല്ലാ കാര്യങ്ങളും കിട്ടിയ ആളുകൾ കോളേജിൽ എന്തൊക്കെ ഫീസാണ് അടയ്ക്കേണ്ടത്, സിയുടെ വെബ്സൈറ്റിലൂടെ എത്ര ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് കോളേജിലേക്ക് പോകേണ്ടത്, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു പ്രൊവിഷണൽ അലോട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത്. MBBSന്റെയും BDSന്റെയും ആണ്. കിട്ടിയ ആളുകളോടാണ്. അപ്പൊ ഇന്ന് രാത്രിയോടുകൂടി തന്നെ വരുമായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ്. അതിനുശേഷം അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അലോട്ട്മെന്റ് മെമ്മോയിൽ നിങ്ങൾക്കൊരു ഫീ കാണും. ആ ഫീസ് നിങ്ങൾ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലേക്ക് അടയ്ക്കണം. ഓക്കെ, ആ അടയ്ക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ അടയ്ക്കാം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റ് ഓഫീസുകളുണ്ട്, അതുവഴി ഓഫ്ലൈൻ ആയിട്ടും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. ആ ഫീ അടച്ച ആ ഒരു റെസീപ്റ്റുമായിട്ട് വേണം കിട്ടിയ കോളേജിലേക്ക് നിങ്ങൾ ചെല്ലാൻ. അപ്പൊ കോളേജിൽ ചെല്ലുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കുറെ അധികം സർട്ടിഫിക്കറ്റ്സ് വേണം. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, എല്ലാവരും ഒന്ന് നോക്കി വെച്ചോ. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, നീറ്റ് UG എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ്, നീറ്റ് സ്കോർ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി, 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ID കാർഡ് എല്ലാത്തിന്റെയും ഒറിജിനൽ, ട്രാൻസ്ഫർ TC വേണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട ആളുകൾക്ക് അത് വേണം, NCL നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം നിങ്ങളുടെ കയ്യിൽ. ആൻഡ് അതുകൂടാതെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊണ്ടുപോകണം. NRI കാൻഡിഡേറ്റ്സ് അവരുടെ സർട്ടിഫിക്കറ്റ്, അലോട്ട്മെന്റ് മെമ്മോ. ഓക്കെ, അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്ക് അലോട്ട്മെന്റ് മെമ്മോ കിട്ടും. ഡേറ്റാ ഷീറ്റ്, കീമിന്റെ ഡേറ്റാ ഷീറ്റ് വേണം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, സ്റ്റാമ്പ് പേപ്പർ, ഈ സ്റ്റാമ്പ് പേപ്പർ, ട്യൂഷൻ ഫീയുടെ റെസീപ്റ്റ്, അത് ഞാൻ പറഞ്ഞു, അത് സിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മുഖേനയോ നിങ്ങൾക്ക് അടയ്ക്കാം. അതിന്റെ റെസീപ്റ്റ് കയ്യിൽ കരുതണം. ഇനി സ്പെഷ്യൽ റിസർവേഷൻ വഴി കിട്ടിയ കുട്ടികൾ ആ ഒരു സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. യെസ്, ഇനി ഫീ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നിലവിൽ കേരള MBBSന് 23,150 രൂപയാണ് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. നിങ്ങൾ ആദ്യം അടച്ച നിങ്ങളുടെ 5,000 രൂപ രജിസ്ട്രേഷൻ ഫീ കുറച്ചുള്ള ബാക്കി ഫീസാണ് നിങ്ങൾ സിയുടെ വെബ്സൈറ്റ് ത്രൂ അടയ്ക്കേണ്ടതായിട്ട് വരിക. ആൻഡ് കോളേജിൽ ചെല്ലുന്ന സമയത്ത് സ്പെഷ്യൽ ഫീ എന്നും PTA ഫണ്ട് എന്നും മിസലേനിയസ് ഫീ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ, ഒരു 10,000 രൂപ കൂടെ എക്സ്ട്രാ കയ്യിൽ കരുതി വെക്കണം. ഓക്കെ, ആൻഡ് ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ 20,840 രൂപയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീ മാത്രമായിട്ട് വരുന്നത്. ഹോസ്റ്റൽ ഫീയും മെസ് ഫീയും വേറെ തന്നെയുണ്ട്. ആ ഒരു കാര്യം കൂടി കരുതി വെക്കുക. നിലവിൽ 8 ലക്ഷം രൂപയോളമാണ്, ഏകദേശം 8 ലക്ഷം രൂപയോളമാണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ MBBSന്റെ ട്യൂഷൻ ഫീ വരുന്നത്. ആ ഒരു എമൗണ്ട് കയ്യിൽ കരുതണം. 8 to 9 lakhs വേരി ചെയ്യും. പിന്നെ സ്പെഷ്യൽ ഫീയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ റഫായിട്ട് കയ്യിൽ കരുതേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ്. യെസ്, ഇനി ഡെന്റൽ കോളേജുകളിലാണെങ്കിൽ 3.5 ലക്ഷം രൂപയോളമാണ് ഫീ ആയിട്ട് വരുന്നത്, ട്യൂഷൻ ഫീ ഇനത്തിൽ മാത്രം വരുന്നത്. NRI കോട്ടയാണെങ്കിൽ 6 ലക്ഷം രൂപയാണ്. അതേപോലെ MBBSന്റെ NRI കോട്ടയിൽ 20 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റും ഫീയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി കിട്ടിയ ആളുകളും കിട്ടാത്ത ആളുകളും വേറൊരു കാര്യം ശ്രദ്ധിക്കാം. അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിലാണ് ലഭിച്ചത്. ഓക്കെ, പെർമനന്റ് ആണ്, നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യം വെച്ച ഓപ്ഷൻ തന്നെ കിട്ടി. ഈ സർട്ടിഫിക്കറ്റുകളും അതേപോലെ ഈ ഒരു എമൗണ്ടുമായിട്ട് കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്ത് അവിടെ പെർമനന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക, MBBS ആണെങ്കിലും BDS ആണെങ്കിലും. ഇനി 2ാമത്തെ ഓപ്ഷനോ 3ാമത്തെ ഓപ്ഷനോ 4ാമത്തെ ഓപ്ഷനോ കിട്ടിയ കുട്ടികൾ, അതായത് നിങ്ങൾക്ക് ഇനിയും ഹയർ ഓപ്ഷൻ ഉണ്ട്.
ശ്രദ്ധിച്ചോ. ഇനിയും ഹയർ ഓപ്ഷൻ ഉള്ള കുട്ടികളോടാണ് സംസാരിക്കുന്നത്. സെക്കൻഡോ തേർഡോ ഒക്കെ കിട്ടിയ കുട്ടികൾ. ആ ഹയർ ഓപ്ഷൻ ഉള്ള കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നതിന് മുൻപായിട്ട്, ഇനി സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ സിയുടെ വെബ്സൈറ്റിൽ വരും, ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ. ബട്ട് ആ ഒരു സമയത്ത് നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. കേരളയുടെ അലോട്ട്മെന്റ് അനുസരിച്ച് ഇനി നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, എനിക്ക് MBBS ഗവൺമെന്റ് MBBSും ഗവൺമെന്റ് BDSും കിട്ടിയില്ല. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ പോയി സെൽഫ് ഫിനാൻസിംഗിൽ MBBSോ BDSോ കൊടുക്കാൻ പറ്റുമോ? യാതൊരു നിവർത്തിയില്ല. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒറ്റ തവണയെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഇനിയും അവസരമുണ്ട്. മൂന്നാമത്തെയോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലേക്കോ ഹയർ ഓപ്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. തീർച്ചയായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകാനായിട്ട് സാധിക്കൂ. ഓക്കെ അല്ലേ? ഇനി അവിടെ നിങ്ങൾക്ക് എഡിറ്റിംഗ് സാധ്യമാണ്. സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകുന്ന സമയത്ത് എഡിറ്റിംഗ് പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഇത് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ മൂന്നാമത്തെ ഓപ്ഷൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണ്. നിങ്ങളുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണേൽ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും റീഅറേഞ്ച് ചെയ്യാം. നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ മാറ്റാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വേണ്ടാത്ത ഏതെങ്കിലും കോളേജ്, നിങ്ങൾ സെൽഫ് ഫിനാൻസിംഗിൽ ഒരു BDS വെച്ചു. ഓക്കെ, നിങ്ങളുടെ 20ാമത്തെ ഓപ്ഷൻ സെൽഫ് ഫിനാൻസിങ് BDS ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ കിട്ടിയ ഓപ്ഷന്റെ മുകളിലുള്ള ഓപ്ഷൻസ് റീഅറേഞ്ചും പോസിബിൾ ആണ്. അതേപോലെ എഡിറ്റിങ്ങും ഡിലീഷനും പോസിബിൾ ആണ്. റീഅറേഞ്ച് ചെയ്യുകയും ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. പുതിയ ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്യാൻ സാധിക്കോ? ഇല്ല. ഒരാൾക്കും, കിട്ടിയ ആൾക്കാർക്കും കിട്ടാത്ത ആൾക്കാർക്കും എന്ത് പറ്റില്ല? ഡിലീഷനും പറ്റും, റീഅറേഞ്ച്മെന്റും പറ്റും. പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യുക എന്ന യാതൊരു വിധ നിവൃത്തിയും നിങ്ങൾക്കില്ല. അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജുകൾ വരണം, അല്ലെങ്കിൽ പുതുതായിട്ട് സീറ്റുകൾ അനുവദിച്ചാൽ ആ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് നൽകാൻ സാധിക്കും. നിലവിൽ ഉള്ള യാതൊരു കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും സീറ്റുകളിലേക്കും വീണ്ടും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കില്ല. എഡിറ്റിങ്ങിന്റെ കാര്യം ക്ലിയർ ആണല്ലോ? എഡിറ്റിംഗ് പോസിബിൾ ആണ്. പ്രയോറിറ്റി ഓർഡർ മാറ്റാം. മൂന്നാമത് കിടക്കുന്നത് രണ്ടാമതോ, രണ്ടാമത് കിടക്കുന്നത് അഞ്ചാമതോ ഒക്കെ ആക്കാൻ പറ്റും. വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ യാതൊരു നിവർത്തിയുമില്ല. ഇതുവരെ പുതിയ കോളേജോ കോഴ്സോ ഗവൺമെന്റ് അംഗീകരിക്കുന്നത് വരെ. അങ്ങനെ പുതിയൊരു സീറ്റ് വന്നാൽ ആ പുതിയ സീറ്റിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ കിട്ടാത്ത കുട്ടികൾ, അലോട്ട്മെന്റ് ലഭിക്കാത്ത കിട്ടിയ ആൾക്കാർക്ക് ഹയർ ഓപ്ഷനിലേക്ക് പെർമനന്റ് ആകണമെങ്കിൽ അങ്ങനെ പോകാം. അല്ല ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ എഡിറ്റിംഗ് പോസിബിൾ ആണ്. കിട്ടാത്ത ആളുകൾക്കോ അവർക്കും എഡിറ്റിംഗ് പോസിബിൾ ആണ്. നിങ്ങളും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? സെക്കൻഡ് അലോട്ട്മെന്റിന് മുൻപ് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. തീർച്ചയായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അതിനായിട്ടുള്ള ഡേറ്റ് സിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ ഡേറ്റിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫേം ചെയ്യണം. എന്നാൽ പുതിയ ഓപ്ഷൻസ് നൽകാൻ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും യാതൊരു നിവൃത്തിയില്ല. സ്ട്രേ വേക്കൻസിയിൽ ഒഴിവുകൾ വരികയാണെങ്കിൽ മാത്രം അവിടെ നിങ്ങൾക്ക് വീണ്ടും പുതിയ ഓപ്ഷൻസ് നൽകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെന്റ് കിട്ടാത്തവർ ഓപ്ഷൻ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളുടെ മുന്നിൽ വേറൊരു അവസരമുണ്ട്. അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് 2 അവസരങ്ങളാണ് അവരുടെ മുന്നിലുള്ളത്. നിങ്ങൾക്ക് 2 പ്ലാനുകളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ അവസരം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് വരാൻ പോവുകയാണ്. അല്ലെ, ഓൾ ഇന്ത്യയുടെ റിസൾട്ട് വരുന്നത് എന്നാ? ഓഗസ്റ്റ് 9 നിലവിലെ സ്കെഡ്യൂൾ അനുസരിച്ച് ഓഗസ്റ്റ് 9 ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ആ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അവിടെയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താം. പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. കേരളയും ഓൾ ഇന്ത്യയും എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ. കേരളത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ്, ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് നൽകാൻ സാധിക്കില്ല. പക്ഷെ ഓൾ ഇന്ത്യയുടെ സെക്കൻഡിലും തേർഡിലും ഒക്കെ പുതിയ ഓപ്ഷൻസ് മക്കൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെയും നിങ്ങൾക്കൊരു സാധ്യത കിടപ്പുണ്ട്. കേരളയുടെ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? ഒന്ന്, കേരളത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് വരും. ആ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുക. അവിടെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. വേണ്ടാത്ത സീറ്റുകളൊക്കെ, വേണ്ടാത്ത നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ അവിടെ അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി അലോട്ട്മെന്റ് ലഭിച്ചിട്ടും
ആ സീറ്റ് എടുക്കാത്ത കുട്ടികളോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെൽഫ് ഫിനാൻസിങ് BDS കിട്ടി, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല, നിങ്ങൾ ആ സീറ്റ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ കേരളയുടെ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ കൺസിഡർ ചെയ്യില്ല. ആ ഒരു കാര്യം ഓർക്കുക. സീറ്റ് ലഭിച്ചിട്ട് അത് ഉപേക്ഷിക്കുന്ന കുട്ടികൾക്ക് ഇനിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ അല്ലെങ്കിൽ നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറയുന്ന ടൈമിനുള്ളിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള യാതൊരുവിധ അലോട്ട്മെന്റിലും നിങ്ങളെ കൺസിഡർ ചെയ്യില്ല കേരളയുടെ. ക്ലിയർ അല്ലേ? അപ്പൊ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികളുടെ മുന്നിൽ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ അവിടെ പോയി പെർമനന്റ് ആയിട്ട് ചേരുക, ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. 2, അലോട്ട്മെന്റ് ലഭിച്ച സീറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകുകയാണ്. നിങ്ങളെ സെക്കൻഡിലോ തേർഡിലോ ഒന്നും ഇനി കൺസിഡർ ചെയ്യില്ല. അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുക. അവിടെ നമുക്ക് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. ഇനി അപ്ഗ്രേഡ് ചെയ്ത് പോകേണ്ട അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളും സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് പുതിയ സീറ്റിലേക്ക് പോകണമെങ്കിൽ മാത്രം. ഓക്കെ, അതേപോലെ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് 9-ാം തീയതി വരാനിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിവേ, നമ്മളെല്ലാം ആഗ്രഹിച്ച ഒരു സീറ്റ് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.